ഹലോ ഗൈസ്, അട്ടപ്പാടി കസിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പച്ചമാങ്ങ ജ്യൂസാണ്. നമ്മൾ കൊടും ചൂടില്ലല്ലേ, നല്ല തണുപ്പായിരിക്കും. നമ്മുടെ പച്ചമാങ്ങ ജ്യൂസിലേക്ക് അങ്ങനെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പറമ്പുക്കുടനെയും മലക്കുടനൊക്കെ പോയി മാങ്ങ പറിച്ചെടുക്കണം കേട്ടോ. പിന്നീട് അത് കഴുകി വൃത്തിയാക്കി പിന്നെ അത് ചെത്തി കുഞ്ഞു കുഞ്ഞു കഷ്ണമാക്കി മിക്സിയിലിട്ട് പഞ്ചസാര ഇട്ട് ഇഞ്ചിയും ഇട്ട് പിന്നെ ഗ്രാമ്പും പട്ട ഏലക്കയും ഇട്ട് പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് അടിക്കണം. നെല്ലയും 2 കഷ്ണം ഇഞ്ചി ഇടാൻ മറക്കരുതേ. പിന്നെ എല്ലാം പാടെ മിക്സിയിലിട്ട് ഒറ്റ കറക്ക് ജ്യൂസ് സെറ്റ്. എന്നിട്ട് അവനെ കുടിക്കണം. എന്തൊരു തണുപ്പ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുതേ. അത് മച്ചന്മാരെ, നിങ്ങളുടെ നാട്ടിലൊക്കെ മാങ്ങ പഴുത്തോ അതോ പച്ചയാണോ കമന്റിലൂടെ അറിയിക്കണേ. ഞങ്ങൾ പറഞ്ഞ റെസിപ്പി വെച്ച് നിങ്ങളൊരു ജ്യൂസ് ഉണ്ടാക്കി നോക്ക്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. അടിപൊളിയാ. എന്നാൽ ആരും സമയം കളയണ്ട, ഒന്ന് പോയി പച്ചമാങ്ങ ജ്യൂസ് ഉണ്ടാക്കി നോക്ക് കേട്ടോ. പച്ചമാങ്ങ വെച്ച് ജ്യൂസ് മാത്രമല്ല കേട്ടോ, വേറെ എന്ത് വേണേലും ഉണ്ടാക്കാം. ഞങ്ങൾ എല്ലാ വീഡിയോ ആയിട്ടും വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കട്ടെ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ? ഈ വെക്കേഷൻ ടൈമിൽ എൻ്റെ കൂട്ടുകാരൊക്കെ എന്താ ചെയ്യുന്നത്? പച്ചമാങ്ങ ജ്യൂസ് നമുക്ക് ഉണ്ടാക്കൽ കുടിച്ചാൽ നല്ല പോസിറ്റീവ് വൈബും നല്ല കുളിർമയും കിട്ടും. ഇത് ഞാൻ കുടിച്ചു നോക്കിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല രുചി. ഇത് കുടിച്ചു നോക്കിയിട്ട് നിങ്ങളൊന്ന് കുടിച്ചു നോക്കുക. അടിപൊളി ജ്യൂസ്. പച്ചമാങ്ങയ്ക്ക് ആരോഗ്യങ്ങൾ ഏറെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മച്ചന്മാരെ. അതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചിയും പുതിനയിലയും വന്ന അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതെല്ലാം കൂടെ അരച്ച് കലക്കിയെടുത്തത് നമുക്കൊന്ന് അരിച്ചെടുക്കാട്ടോ. ചെറിയ ചെറിയ മാങ്ങാ പീസിന് നമ്മുടെ തൊണ്ട കുടുങ്ങാണ്ടിരിക്കാൻ കപ്പിലൊന്നും ഒഴിച്ച് കുടിക്കാനല്ല കേട്ടോ, നമുക്ക് ചെറിയ ചെറിയ ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാനാണ് കേട്ടോ. ഇത് കുടിച്ച മാത്രമല്ലേ ഇതിന് ടേസ്റ്റ് അറിയോ. അപ്പോൾ നമുക്കൊന്ന് കുടിച്ച് നോക്കാം.